Hello, everybody, and welcome to this beautiful evening, which marks the union of your dearest Benny and Christy. As you all know, marriage is a union between two hearts, a harmony between two souls, and a very close bond between two great and beautiful families. Now I invite Benny and Christy to cut the first cake of their married life. Let's give them a big clap. ബെന്നി നമ്മുടെ പയ്യനാ. ഞാനവന് അഡ്മിഷനൊക്കെ എടുത്തു കൊടുത്തത്. ലാംഗ്വേജിലൊക്കെ കറക്റ്റ് സോഫിസ്റ്റിക്കേഷൻ ആണല്ലോ. എവിടെ നിന്ന് ഒപ്പിച്ചു? നീ പറ്റിച്ച കാശില്ലേ, അത് കൊടുത്തു തീർത്തത് ഇങ്ങനെയൊക്കെയാ. നന്നായിരുന്നു മോളെ. താങ്ക് യു സർ. ജിമ്മിൽ പോകാറുണ്ടോ? ഏയ്, ജിമ്മിലൊന്നും പോകാറില്ല. രാവിലെ എഴുന്നേറ്റ് ഉടനെ കുറച്ച് പുഷപ്പ് അടിക്കും. എത്ര എണ്ണം? 100. ഇത്ര നാണിക്കണ എന്തിനാ? ഞാൻ ഒരു ഉമ്മ വരട്ടെ. ആയിട്ടില്ല. ചായ കുടിക്കുന്നു? ചായ കുടിക്കാം. വാ. ഇപ്പൊ കുറെ ആക്ട്രസസ് ഒക്കെ ദുബായിൽ പോയി സെറ്റിൽ ആവുന്നുണ്ടല്ലേ? അവിടെ വർക്ക് ചെയ്യുന്നു, ഷൂട്ടിംഗ് ഇങ്ങോട്ട് വരും, തിരിച്ചു പോകും. എന്റെ കയ്യിൽ കുറച്ച് പൈസ വന്ന് വിട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ദുബായിൽ പോയി സെറ്റിൽ ആവാം. എപ്പോ വേണേലും വരാമല്ലോ. ക്രിസ്മസിനും ഓണത്തിനും ഒക്കെ ഇങ്ങോട്ട് വരാം.
ആശാനെ എന്തേ വരുന്നില്ലേ? ഞാനേ KSRTC ലോ ഫ്ലോറിൽ തൃശ്ശൂർ വരെ ഒന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. വെറുതെ ആശാനെ ബുദ്ധിമുട്ടിയിട്ടുള്ളൂ വെച്ചിട്ടാണ്. ഓ ശരി മോനെ, നന്നായി. താങ്ക് യു. ശരി ആശാനെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പുവേ, ഞാൻ ഈ ഗർഭിണിയായതിൻ്റെ ഭാഗമായിട്ട് കുറേ ആവശ്യമില്ലാത്ത ആർട്ടിക്കിൾസ് ഇപ്പോൾ വായിച്ചു കൂട്ടുന്നുണ്ട്. ഈ മാത്തു ഇപ്പം നിന്നോട് സെറ്റിലാവാൻ പറഞ്ഞ സ്ഥിതിക്ക് അത് ചിലപ്പോൾ സത്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ അറിയോ, ഈ 10-27 വയസ്സാകുമ്പോൾ ആൺപിള്ളേർക്കൊരു ചിന്ത വരും, ഒന്ന് സെറ്റിലായി കളയാം, സ്വന്തമായൊരു സെറ്റപ്പ് വേണമെന്നൊക്കെ. അതവിടെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ആ പറഞ്ഞതിലൊരു സത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചേച്ചി, ഹോട്ട്സ്പോട്ട് ഒന്ന് ഓൺ ചെയ്യൂ. എന്ത് ഹോട്ട്സ്പോട്ട്? പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ വിളിക്കാട്ടോ. ഹലോ, ഹായ്. അപ്പറിന് അല്ല, അങ്ങനെ മൂവീസൊക്കെ കണ്ടിട്ടുണ്ട്. ഓ, താങ്ക് യു. ഓൾറെഡി ഇത്ര അഭിനയിച്ചിട്ടില്ലേ? അപ്പം ഇങ്ങനത്തെ ഓഡിഷൻസിനൊക്കെ വരേണ്ട ആവശ്യമുണ്ടോ? ആ, അതൊരു ക്യാരക്ടർ അനുസരിച്ചിട്ടല്ലേ, അപ്പോൾ പിന്നെ ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ. പേരെന്താ? രചന. ആ, എന്താ പേര്? അപർണ. ആ മൂവീസ് അല്ലാണ്ട് ഇപ്പം വേറെന്താ? ഞാൻ ആർക്കിടെക്ചർ 3rd ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ. എന്താ ചെയ്യണേ? ഞാൻ PG കഴിഞ്ഞു. ഡ്രാമ ആൻഡ് തിയേറ്ററിലായിരുന്നു 8 years. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ രംഗശങ്കര അറിയില്ലേ, ബാംഗ്ലൂരാ. അവിടെ നിന്ന് ഇപ്പം ഈ ഓഡിഷൻ്റെ കാര്യം കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന. എന്താ ചെയ്യണേ? ഇന്ന് വാഷ്റൂം പോയിട്ട്. നശിപ്പിക്കണ മരപ്പെട്ടി അവിടെ എടുത്ത് വെക്കണത് നശിക്കാൻ തോന്നുന്നു. ഹലോ അപ്പു, എന്താണ്? മാത്ത, നീ എവിടെയാ? ഞാൻ ഇവിടെ കടയിലും. ഓക്കെ, മാത്ത, നീ എന്നെ നന്നായിട്ടൊന്ന് മോട്ടർ ചെയ്തേ, നന്നായിട്ടൊന്ന് പൊക്കി പറയും. മാത്ത, ഞാൻ ഓഡിഷനിലാണ്, കോൺഫിഡൻസ് ഭയങ്കര ലോ ആണ്, പ്ലീസ് എന്നെ ഒന്ന് പൊക്കി പറയും. ഓക്കെ. അപ്പു, നീ അടിപൊളിയാണ്, നീ സുന്ദരിയാണ്. ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ഏറ്റവും സുന്ദരി നീയാണ്. നീ വെറും പൊളിയാണെന്നേ. പോരാ. ഈ ബുദ്ധിയും സൗന്ദര്യവും കൂടെ ദൈവം എല്ലാവർക്കും കൊടുക്കില്ല. അത് വളരെ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കുള്ളൂ. അതിലൊരാളാണ് നീ. നീ കിടുവാണ്, പൊളിയാണ്, അന്യായമാണ്. ശോകം. അപ്പു, നീ ഒരു പോരാളിയാണ്. യു ആർ എ ഫൈറ്റർ. നിന്റെ അച്ഛൻ ചത്തുപോയി, നീ തളർന്നില്ല. ഞാൻ പറ്റിച്ചിട്ട് പോയി, നീ തളർന്നില്ല. കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായി, നീ തളർന്നില്ല. നിന്റെ പ്രാക്ടീസ് ഇല്ലാത്ത അമ്മേനെയും ലോ കോളേജിൽ പോകുന്നതിന്റെ അനിയനും നീ ഒറ്റയ്ക്ക് പണിയെടുത്താണ് പോറ്റിക്കൊണ്ടിരിക്കുന്നത്. നീ മിടുക്കിയാണ്. യു ആർ എ ഫൈറ്റർ. എത്തിയിട്ടില്ല മാത്ത, കുറച്ചും കൂടി എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. അപ്പോ നീയല്ല, നിന്റെ കൂടെ ഇരിക്കുന്ന നിന്റെ കോമ്പറ്റീറ്റേഴ്സ് ആണ് ഇൻസെക്യൂർ ആവുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ എക്സ്ട്രീംലി ടാലന്റഡ് ആണ്, നീ യുണീക്ക് ആണ്, സിംഗിൾ പീസ് ആണ് നീ. കുന്തം, ഇവിടെ എനിക്കിപ്പോ ഐഡന്റിറ്റി പോലും ഇല്ലാണ്ടിരിക്കാം മാത്ത. വേറെ എന്തെങ്കിലും പറ. എടി മരപ്പട്ടി, ഇപ്പൊ നീ നന്നായിട്ട് ചെയ്താൽ നിനക്കും കൊള്ളാം, ഇല്ലെങ്കിൽ നീ വെറുതെ തൊലിഞ്ഞു പോയുള്ളൂ. ഏതായാലും നീ എന്റെ കൂടെ വരുന്നില്ല എന്ന് തീരുമാനിച്ചില്ലേ? നീ ഏതെങ്കിലും ഒരു
മാട്രിമോണിയൽ സൈറ്റിലെ ID നമ്പർ മാത്രമായി മാറൂടി. എന്നിട്ട് അവിടുത്തെ പോലെ മരക്കോന്തം സൈക്കോനും കല്യാണം കഴിച്ച് അവന്റെ അണ്ടർവെയറും കഴുകി അവന്റെ വീട്ടിൽ മുഴുവൻ പണിയെടുത്ത് അവിടുത്തെ എച്ചുപാത്രം മുഴുവൻ കഴുകി അവിടെ തൊലിഞ്ഞ സീരിയലും കണ്ട് ഡിപ്രഷൻ അടിച്ച് നീ നശിച്ചു പോകണോടി കഴിവണം മോളെ.